ഗൈസ് അങ്ങനെ 2:45 AM ആയി. രാത്രി ഞാൻ ഇങ്ങനെ ഉറക്കം വരാതെ പഠിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുക. പക്ഷെ പഠിക്കാൻ വേണ്ടി നോക്കിയിട്ട് പഠിക്കുന്ന ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം എൻ്റെ തലയിൽ കയറുന്നുണ്ട്. പിന്നെ നാളെ എക്സാം ആയിരുന്ന രേഷ്മ അവിടെ നിന്നിട്ട് എന്നെ ഓരോ കോക്കാമ്പിച്ചൊക്കെ കാണിക്കുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തനുമോൾ എൻ്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞു നമുക്ക് ചായ കുടിക്കാൻ പോയതെന്ന്. നമ്മൾ പിന്നെ നേരെ ചായ കുടിക്കാൻ പോയി. നമ്മൾ ദർബാറിൻ്റെ ഉള്ളിലൂടെ കയറിയൊക്കെയാണ് പോയത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ നടന്ന് നമ്മൾ സൗത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ സൗത്തിൽ ചെന്ന് നമ്മൾ ഉദ്ദേശിച്ച കട തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ചായയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു ചായയും പിന്നെന്താ മേടിച്ചു, ഒരു കേക്കായിരുന്നു. പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ അവിടെയൊക്കെ നിന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് വന്നു. തനു തോമസിൻ്റെ എക്സാം ആണ്. എന്നിട്ടാണ് ഈ പെങ്കൊച്ച് കറങ്ങി അടിച്ച് നടക്കുന്നത്. കൊച്ചിൻ്റെ ഒരു അഹങ്കാരങ്ങളെ. പിന്നെ നേരെ റൂമിൽ വന്നു. നമ്മൾ കുറച്ച് നേരം റൂമിൽ സമാധാനത്തോടെ ഇരുന്നിട്ട് താഴെ ഫുഡ് കഴിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. നമുക്ക് 7:30 ഫുഡ്. അടുത്ത് ചെന്നപ്പോഴത്തേനും അവിടെ കുറേ പേരൊക്കെ ഇരുന്ന് പഠിക്കും. മെസ്സോളിൽ ചെന്നപ്പോൾ ഞാനും തനു മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല ചൂട് ഇഡലിയും സാമ്പാറും ചട്നിയും ചായ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ നേരെ ഞാൻ കോളേജിൽ ചെന്നപ്പോൾ NSSൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ ചെന്നു. പിന്നെ ആ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. നമ്മളെല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും നിന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഉദ്ഘാടന പരിപാടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ചായയുടെ സമയമായപ്പോൾ ഞങ്ങളൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കറക്റ്റ് ചായയും കൊടുത്തു. ഞാൻ വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ കുറേ നേരത്തിന് ശേഷം നമുക്ക് ചായയൊക്കെ കിട്ടി. അതൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും പരിപാടിക്ക് ഇരുന്നു. പിന്നെ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി. എൻ്റെ മാർക്ക് ലിസ്റ്റ് മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മേടിച്ചു. അപ്പോൾ ഒന്ന് ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ.